നമസ്കാരം. അവസാനം അതുതന്നെ സംഭവിക്കാൻ പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴക്കുകയും തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് വരുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചൂടുപിടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എല്ലാവരും കരുതിയിരുന്നത് മൂന്നാം വട്ടവും ജയിച്ചു കയറിയ ശശി തരൂർ നാലാം വട്ടവും എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള വാദങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തിരുവനന്തപുരത്തെ BJP ഇതര ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചതോടെ പരിഭ്രാന്തരായിരിക്കുന്ന LDF നേതൃത്വം തെറ്റായിട്ടുള്ള പരാതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ടാകുന്നു. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂജപ്പുര LBSൽ കഴിഞ്ഞ ദിവസം LDFിൻ്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ 10:30-നും എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ 11 മണിക്കുമാണ് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നത്. ഒരേ സ്ഥാപനത്തിൽ ഒരേ ദിവസം നടന്ന 2 പരിപാടികളിൽ ഒന്ന് മാത്രം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുന്നത് എന്നാണ് ഇപ്പോൾ BJP അല്ലെങ്കിൽ NDA ചോദിക്കുന്നത്. 5 വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ 5 ലക്ഷം യുവാക്കളെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുമെന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രഖ്യാപനം അത് തലസ്ഥാനത്തെ യുവജനങ്ങളും ഒപ്പം തന്നെ മാതാപിതാക്കളും ഇതിനോടകം തന്നെ നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ദുരിതമനുഭവിക്കുന്ന പൊഴിയൂർ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലെയും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്ന തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടലുകൾ, ആ ഇടപെടലുകൾ ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റം LDFിനെ പരിഭ്രാന്തിയിലാക്കുകയാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മികച്ച വിജയം ഇതിലൂടെ നേടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സമ്പൂർണ്ണ പരാജയമായിട്ടുള്ള UDF MPയെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും പോലും കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കുവാനുള്ള LDF പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് NDA സ്ഥാനാർത്ഥിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള വളരെ തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം CAA കേസുകൾ പിൻവലിക്കുവാനും പ്രസ്തുത കേസുകൾ എത്രയും വേഗത്തിൽ അത് കോടതികളിൽ എത്തിക്കുവാനും സർക്കുലർ പുറപ്പെടുവിച്ച സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ NDA ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു. അതിനുള്ള ഒരു സാഹചര്യം ഈ സംസ്ഥാന സർക്കാർ തന്നെ ഒരുക്കി നൽകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കേന്ദ്രമന്ത്രി എന്ന പദവി ഉപയോഗിച്ച് പൊതുപരിപാടികൾ സംഘടിപ്പിച്ച് വോട്ട് തേടുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള M. വിജയകുമാറിൻ്റെ പരാതി. അദ്ദേഹത്തിൻ്റെ ആരോപണം ഇതാണ്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകുകയും ചെയ്തു. ഇനി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടുള്ള യാത്ര. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുമുന്നണി തിരുവനന്തപുരം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലായിരുന്നു ഈ M. വിജയകുമാറിൻ്റെ ഇത്തരത്തിലൊരു പരാമർശവും ആരോപണവും ഉന്നയിക്കപ്പെട്ടത്. ഈ ആരോപണങ്ങളിലൊക്കെ കഴമ്പുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളോട് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ മൗനം പാലിക്കുകയാണ്. LDFിനും അതേസമയം UDFിനും ഒരേപോലെ വിരളി പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ ഇതിനു മുൻപ് ചെയ്ത ചില വീഡിയോകളിൽ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് ആരായിരിക്കും ജയിക്കുക എന്നതിനെക്കുറിച്ച് നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായിരുന്നു. പലരും പലതരത്തിലും പല വാർത്തകളും പടച്ചുവിട്ടിരുന്നു. പക്ഷേ അതിൽ ശശി തരൂർ ആയിരിക്കും 1ാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബിലടക്കം വന്നിരുന്ന വാർത്തകൾ. അങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലെല്ലാം ശശി തരൂരിന് മുൻകൈ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരുമുണ്ട്, NDA സ്ഥാനാർത്ഥി അടക്കം. പക്ഷേ NDA സ്ഥാനാർത്ഥിയുടെ ചില ഇടപെടലുകൾ ന്യൂനപക്ഷ തീരദേശ മേഖലകളിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടിടപെടുകയും അതിന് ചില പ്രതിവിധികൾ കണ്ടെത്തുകയും ചെയ്തതോടുകൂടി മതന്യൂനപക്ഷങ്ങളും ഒപ്പം തന്നെ തീരദേശവാസികളും അടക്കമുള്ളവരുടെ വോട്ട് ബാങ്കുകളിലേക്ക് NDAക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ UDFിന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന തീരദേശ മേഖലകളിലെയും ന്യൂനപക്ഷ വോട്ടുകളിലും ചില വിള്ളലുകൾ വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ശശി തരൂരിൻ്റെ പരാജയം അടുത്തറിയേണ്ടിയിരിക്കുന്നു UDF. അതുകൊണ്ട് തന്നെയാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം അവർക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.